30 മണിക്കൂർ പിന്നിട്ടിട്ടും തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താനായില്ല. തോട്ടിലെ മാലിന്യ കൂമ്പാരമാണ് തെരച്ചിലിന് വെല്ലുവിളിയാകുന്നത്. 118 മീറ്ററാണ് ശുചീകരണ തൊഴിലാളി കുടുങ്ങിയ തുരങ്ക കനാലിന്റെ ദൂരം. ഇതിൽ 70 മീറ്ററാണ് പരിശോധന പൂർത്തിയായത്. 3 സംഘങ്ങളായി തിരിഞ്ഞ സ്കൂബ സംഘവും റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടും കൂടിയുള്ള ക്യാമറ ഉപയോഗിച്ചുമാണ് സ്ഥലത്ത് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇതിനിടെ ശരീരഭാഗങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞെങ്കിലും ചാക്കുകെട്ടുകളാണെന്ന് സ്കൂബ സംഘം പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി. തെരച്ചിലിനായി കൊച്ചിയിൽ നിന്ന് നാവികസേന ഉടൻ തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ് പുതിയ വിവരം. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, മണിക്കൂറുകൾ പിന്നിടുന്ന രക്ഷാ ദൗത്യം വളരെ ശ്രമകരമാണ്, അറിയാം. ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അറിയാം, 30 മണിക്കൂർ ഈ രക്ഷാപ്രവർത്തനം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെയും രോഗിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലൊക്കെ തന്നെ എല്ലാ ശ്രമകരമായിട്ടുള്ള മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സേവനവും ഇവിടെ ലഭ്യമാണ്. അത് NDRFന്റെ 30 സംഘമുണ്ട്, ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുണ്ട്, സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്. അവരൊക്കെ ഇപ്പോൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ആ ഒരു മാൻഹോൾ കേന്ദ്രീകരിച്ച് രണ്ട് സൈഡിലേക്കുമുള്ള ഒരു പ്രവർത്തനം അവസാന ഘട്ടമെന്ന രീതിയിൽ ഒരു പരിശോധന കൂടി നടത്തുകയാണ്. ഒപ്പം തന്നെ മറുവശത്ത് അവിടെ നിന്ന് പമ്പ് ചെയ്തുകൊണ്ട് വെള്ളം ശക്തിയായി പമ്പ് ചെയ്തുകൊണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകിട്ടോടുകൂടി കൊച്ചിയിൽ നിന്ന് നാവികസേന അംഗങ്ങൾ കൂടി ഇവിടേക്ക് എത്തും. ഒരുപക്ഷെ ഉടൻ തന്നെ ഇവിടെ ഈ ഒരു പറയുന്ന 118 മീറ്റർ ദൂരത്തിലുള്ള ഈ ടണലിനകത്ത് തന്നെ ജോലി ഉണ്ടാകാമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഈ നിലവിൽ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ഏകദേശം 40 മീറ്ററോളം ദൂരത്തേക്ക് എത്തി സ്കൂബ ഡൈവിംഗ് ടീം പരിശോധന നടത്തിയിരുന്നു. ഒപ്പം തന്നെ മാൻഹോൾ വഴി 3ാമത്തെ പ്ലാറ്റ്ഫോം വഴിയുള്ള മാൻഹോൾ വഴി ഏകദേശം 20 മീറ്ററോളം ദൂരത്തേക്ക് അവർ പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ അവിടെ ഒന്നും തന്നെ ജോലിയെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തില്ല. പിന്നീടാണ് 5ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ഈ ഒരു മാൻഹോൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തു. നേരത്തെ അവിടെ ഇറങ്ങി പരിശോധന നടത്തുകയും ചെയ്തു. അവിടെ കുറച്ചുകൂടി സ്കൂബ ഡൈവിംഗ് ടീമിന് കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം ഇത്തരത്തിൽ കൃത്യമായി അവിടെ വെച്ച് കൃത്യമായ പരിശോധനകൾ നടത്താൻ സാധിക്കും. കാരണം അവിടെ കുറച്ചുകൂടി വ്യാപ്തിയുണ്ട്. ഈ പറയുന്ന ടണലിന് മറ്റുള്ള ഭാഗത്തെക്കാട്ടിൽ കുറച്ചുകൂടി വീതിയുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. എന്തായാലും അവിടെ സ്കൂബ ഡൈവിംഗിന്റെ പരിശോധന നടക്കുന്നു. ഒപ്പം തന്നെ മറുവശത്തായി ഈ പമ്പുകൾ ഉപയോഗിച്ച്, മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് അതിശക്തമായ രീതിയിൽ പവർ കൊടുത്തുകൊണ്ട് വെള്ളം അടിച്ചു കയറ്റി ആ മാലിന്യങ്ങൾ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 30 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കിയിരിക്കുന്നു. പക്ഷേ ഇതുവരെയും രോഗിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. മറുവശത്തും രണ്ട് സൈനികരുമായി ഇപ്പോഴും NDRF സേനയുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുകയാണ്. പക്ഷേ ഈ ചെളി, ഒപ്പം തന്നെ മാലിന്യ കൂമ്പാരം, അത് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അവിടെ നിന്നൊന്നും തന്നെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെ ഈ മാലിന്യം അവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും തന്നെ അത് വിഫലമായി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതായാലും അതിൽ ഈ പറയുന്ന റെസ്ക്യൂ ടീം ഇത്രയും മണിക്കൂറുകളായി പരിശ്രമിച്ചിട്ടും ജോലിയെ കണ്ടെത്താനാകുന്നില്ല എന്ന് പറയുമ്പോൾ പോലും തന്നെ അവരുടെ പരമാവധി അവരെ കൊണ്ടാകുന്ന വിധമുള്ള എല്ലാ സേവനങ്ങളും അവർ ലഭ്യമാക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി അത്രയും